ഇറാന് വീണ്ടും ട്രംപിൻ്റെ അന്ത്യശാസനം. അതായത് 3 ദിവസം കൂടി നിങ്ങൾക്ക് സമയം നൽകാം. ഇതിനകം അമേരിക്കയുമായി വളരെ കൃത്യമായ ഒരു ഡീലിന് തയ്യാറാകണം. അനുസരിച്ചില്ലെങ്കിൽ ഇറാനിലെ എണ്ണ പൈപ്പ് ലൈനുകൾ തകർത്ത് തരിപ്പണമാക്കുമെന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ്. ഇറാനെ ചർച്ചയ്ക്ക് നിർബന്ധിതരാക്കാനുള്ള സമ്മർദ്ദതന്ത്രമാണ് ട്രംപിൻ്റേത് എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിലയിരുത്തലായി പുറത്തുവരുന്നത്. നമുക്കറിയാം, ഇതിനു മുൻപും വിവിധ തരത്തിലുള്ള ചർച്ചകൾ അല്ലെങ്കിൽ ഭീഷണികൾ അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനോടൊക്കെ ഒരു തരത്തിലുള്ള പ്രതികരണവും ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. ഇപ്പോൾ പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ ചർച്ചകൾ നടന്നേക്കുമെന്നൊക്കെയുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ തുടർ ചർച്ചാ നീക്കം പൊളിഞ്ഞു. പാകിസ്ഥാനിലേക്ക് പോകാനിരുന്ന യുദ്ധതന്ത്ര പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫ്, ട്രംപിൻ്റെ മരുമകൻ കൂടിയായ ജയേഡ് കുഷ്ണർ എന്നിവരെ ട്രംപ് മടക്കി വിളിച്ചു. യാത്ര ചെയ്ത് വെറുതെ കുറേ സമയം കളഞ്ഞു, ഞങ്ങൾക്ക് വേറെ കുറേ പണിയുണ്ട് എന്നാണ് ട്രംപ് പറയുന്നത്. ഒപ്പം ഇറാനിലെ ലീഡർഷിപ്പിനെ കുറ്റപ്പെടുത്തുന്ന മറ്റുമുണ്ട്. വലിയ തർക്കമുണ്ട്, ആരാണ് ലീഡർ എന്ന കാര്യത്തിൽ അറിയില്ല. ഇനി ചർച്ച വേണമെങ്കിൽ ഇറാൻ ഇങ്ങോട്ട് വരട്ടെ എന്നാണ് ട്രംപിൻ്റെ ഏറ്റവും പുതിയ പരാമർശം. ഇത് വലിയ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു ചർച്ചയുമായി ബന്ധപ്പെട്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരണം. അജയ്, ഇപ്പോൾ ട്രംപിൻ്റെ മുന്നറിയിപ്പൊന്നും പുതിയതല്ല. നമ്മൾ ഈ ഫ്ലോറിൽ തന്നെ എത്രയോ വട്ടം ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ട്രംപിന് ഒരു രക്ഷയുമില്ല. കാരണം ഇറാൻ വളരെ കൃത്യമായ ഉപാധികൾ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. അത് സമ്മതിക്കുക എന്നത് മാത്രമാണ് ട്രംപിൻ്റെ മുന്നിലുള്ള പ്രധാന പോംവഴി. പക്ഷേ അതിന് അഭിമാനം സമ്മതിക്കുന്നുമില്ല. യഥാർത്ഥത്തിൽ എന്താണ് ഇന്നലെ പാകിസ്ഥാനിൽ സംഭവിച്ചത്? ഇറാൻ എന്തായാലും നിലവിൽ US-ഉമായിട്ടുള്ള ഒരു നേരിട്ടുള്ള ചർച്ചകൾക്ക് തയ്യാറായിട്ടില്ല. പകരം പാകിസ്ഥാന് മുന്നിൽ കുറച്ച് ഉപാധികൾ മുന്നോട്ട് വയ്ക്കുകയായിരുന്നു ചെയ്തത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഹോർമുസ് കടലെടുക്ക് സംബന്ധമായിട്ടുള്ള വിഷയം തന്നെയാണ്. അതായത് ഹോർമുസ് കടലെടുക്കിലുള്ള US ഉപരോധം പൂർണ്ണമായിട്ട് അവസാനിപ്പിച്ചാൽ മാത്രമേ ഇറാൻ ഹോർമുസ് കടലെടുക്കിലൂടെയുള്ള ഗതാഗതം അനുവദിക്കൂ എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമെന്ന് പറയുന്നത്. മറ്റൊന്ന് അവരുടെ ആണവ കരാർ സംബന്ധിച്ച് തന്നെയാണ്. അതായത് ഇറാൻ തീർച്ചയായിട്ടും ഈ ആണവ പരീക്ഷണങ്ങളുമായി മുന്നോട്ട് പോകും. ഇറാന്റെ ആണവ അവകാശങ്ങൾ അംഗീകരിക്കണം എന്നതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട നിർദ്ദേശം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും തന്നെ ഇപ്പോൾ അമേരിക്ക നിലവിൽ ഇതുവരെ സമ്മതിച്ചിട്ടില്ലാത്ത വിഷയങ്ങളാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ വീണ്ടും അമേരിക്കയ്ക്ക് മുന്നിൽ വയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ചർച്ചകൾ അത് ഒരു പ്രതിസന്ധിയിൽ തന്നെയാണ്. നിലവിൽ ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറക്ചി അദ്ദേഹം റഷ്യയിലെത്തിയിട്ടുണ്ട്. റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ അദ്ദേഹം വിമാനം ഇറങ്ങിയതായിട്ടാണ് വിവരം. അവിടെ അദ്ദേഹം വിമാനം ഇറങ്ങിയപ്പോൾ തന്നെ US-നെതിരെയുള്ള വലിയൊരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം റഷ്യയിലെത്തിയത്.